ബിജേട്ടാ നമ്മളിപ്പോ എവിടെയാ തേക്കുംതോട്ടം അമ്പലം. സ്ഥലം എവിടെയാണെന്നറിയോ? നിങ്ങൾ പുറകിലേക്ക് നോക്കി, വശ്യസുന്ദരമായ കാട. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലാണ്. ഞങ്ങളുടെ പുറകിൽ കാണുന്നത് ഘോര വനാണ്. ഈ വനത്തിൻ്റെ എതിരായിട്ടൊരു വനദുർഗാദേവി ക്ഷേത്രമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ പരിപാലിക്കുന്ന സുന്ദരമായൊരു ക്ഷേത്രം, വനദുർഗാദേവി ക്ഷേത്രം. ഇതാട്ടോ വനം. ഇല്ലിക്കാട്, തേക്ക് ഒക്കെ ഉള്ള വനം. ഇതാട്ടോ ക്ഷേത്രത്തിന്റെ ഗോപുരം. ഇതാടാ ഇതിന്റെ അപ്പുറത്തേക്ക് കാണിച്ചോ. ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സ്ഥലം കണ്ടോ? ഈ ഒഴുകുന്നത് പെരിയാറാണ്, ഈ കുത്തി ഒഴുകുന്ന സ്ഥലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അടുത്താണ്. ഈ ഇവിടെ പുറകിൽ കണ്ടോ ഘോരവനം. ഇത്രയും പ്രകൃതി സുന്ദരവും ശുദ്ധമായി ശ്വസിക്കുന്നതുമായൊരു സ്ഥലം നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഇതിന് അടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട് കേട്ടോ, ഒരു വനദുർഗാദേവി ക്ഷേത്രമുണ്ട്. ഞായറാഴ്ചകളിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശുദ്ധമായി ശ്വസിക്കാനും പ്രകൃതി രമണീയത തുളുമ്പുന്ന ഭംഗിയുള്ള ഒരു അമ്പലം തൊഴാനായിട്ട് പറ്റണമെങ്കിൽ നേരെ മലയാറ്റൂർ ഡിവിഷനിൽ പള്ളിയുടെ തൊട്ട് താഴെ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി വന്നിറങ്ങുന്നത് ഇവിടെയുള്ളൊരു വനദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ്. എല്ലാവരും വരണം. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കുറച്ച് സമയം ചെലവഴിക്കാം, ഭംഗി ആസ്വദിക്കാം. അതിന് തൊട്ട് ചേരെ ഒഴുകുന്നതാണ് ഈ പെരിയാറ്. ഇതിൻ്റെ മേൽവശം നമുക്ക് പോരൊക്കെ ഇതിൻ്റെ മേൽവശമായിട്ട് വരും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കോടനാട് ആനക്കൊട്ടിലൊക്കെയാണ്. നിങ്ങളിവിടെ വന്ന അമ്പലത്തിൽ തൊഴുത് ആനക്കൊട്ടിൽ കയറി പോരിലൊക്കെ കുളിച്ച് തിരിച്ചു പോവാം. ഒരു ഞായറാഴ്ച അടിച്ച് പൊളിച്ച് ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ, ശുദ്ധമായി ശ്വസിച്ച് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരമായി സമാധാനപരമായ പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം. എല്ലാവരും വരണം കേട്ടോ. ഭംഗിയുള്ള സ്ഥലത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ വേസ്റ്റ് ഇടരുത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഇതൊന്നും ഇവിടെ ഇട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ അത് തിരിച്ചു കൊണ്ടുപോകണം. കണ്ടോ? നമ്മൾ ഈ വഴിയാണ് ആ വനദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് പോണ വഴി, വനത്തിന് നടുവിലൂടെ. അപ്പോൾ എല്ലാവരും വരിക.